കണ്ണൂരിൽ നിന്നും അമൽനാഥ് കൂടി ചേരുന്നുണ്ട്. അമൽ, കണ്ണൂർ മാടായി ഗ്രാമപഞ്ചായത്തിലെ മുട്ടമിട്ടപുരം വാർഡിൽ UDF ആണ് വിജയിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതിര കണ്ണൂർ ജില്ലയിൽ 4 ഇടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് ഭാഗമായി വോട്ടെണ്ണൽ ഇന്ന് നടന്നിരിക്കുന്നത്. മാടായി, രാമന്തളി, മുഴപ്പിലങ്ങാട്, മട്ടന്നൂർ എന്നിങ്ങനെയാണ് ഇവിടെ. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മാടായിൽ UDF സീറ്റ് നിലനിർത്തിയിരിക്കുകയാണ്. UDFന്റെ മുഹസീന CH 649 വോട്ടുകളായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. 444 വോട്ടിന്റെ വിജയമാണ് UDF ഇവിടെ നേടിയിരിക്കുന്നത്. അതേസമയം തന്നെ മട്ടന്നൂർ ടൗൺ വാർഡിൽ NDA വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. NDAക്ക് വേണ്ടി മധുസൂദനൻ 72 വോട്ടിനായിരുന്നു വിജയിച്ചിരുന്നത്. മട്ടന്നൂർ നഗരസഭയുടെ ചരിത്രത്തിൽ തന്നെ NDA ഇത്തരത്തിൽ ആദ്യമായാണ് വിജയം നേടുന്നത്. ഒപ്പം തന്നെ രാമന്തളിയിൽ UDF വിജയിച്ചു. മുഹമ്മദ് MB 743 വോട്ടുകളായിരുന്നു ഇവിടെ നേടിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ LDFന്റെ ഷാജിനി V 279 വോട്ടുകൾ നേടി. 464 വോട്ടിനാണ് UDFന്റെ മുഹമ്മദ് MB രാമന്തളിയിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം മുഴപ്പിലങ്ങാടിൽ LDF വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ 4 ഇടങ്ങളിലാണ് കണ്ണൂർ ജില്ലയിൽ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. മാടായി പഞ്ചായത്തിലെ മുട്ടം ഇട്ടപ്പുറത്ത് 61.31% പോളിംഗ് ഉണ്ടായിരുന്നത്. രാമന്തളിയിൽ 73.11%, മുഴപ്പിലങ്ങാട് 80.60%, മട്ടന്നൂർ നഗരസഭ ടൗൺ വാർഡിൽ 80.76%, പോളിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ശരി അമൽ, സംസ്ഥാനത്തെ 23 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്ത്. ഇടുക്കി മൂന്നാർ ഉപതെരഞ്ഞെടുപ്പിൽ 11 വാർഡായ മൂലക്കട കോൺഗ്രസ് വിജയിച്ചു 35 വോട്ടിന്. എറണാകുളം നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കൽപ്പക നഗർ വാർഡിൽ LDFന് ജയം. കണ്ണൂർ മാടായി ഗ്രാമപഞ്ചായത്തിലെ മുട്ടമിട്ടപുരം വാർഡിൽ UDF വിജയിച്ചു. തിരുവനന്തപുരത്ത് ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുന്നനാട് വാർഡിൽ LDF ജയിച്ചപ്പോൾ പൂവച്ചൽ വാർഡിൽ NDA ആണ് വിജയിച്ചിരിക്കുന്നത്.